വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് MBBS എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി ഒരു ബേസിക് ഓറിയന്റേഷൻ തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, നമുക്കറിയാം, നമ്മുടെ ഒരു MBBS ജേർണി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒത്തിരി പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് നമുക്ക് ആദ്യം നമ്മൾ 10th എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നു, അതായത് നമ്മൾ +1 എടുത്തു, സയൻസ് സബ്ജക്റ്റ് സെലക്ട് ചെയ്തു, പിന്നെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ MBBS അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ നമ്മൾ ഓരോ ഇയറിൽ പാസ്സായിട്ട് നമ്മളൊരു ഡോക്ടറായിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്നു അല്ലേ. ഇതിൽ എൻ്റെ വീഡിയോ കാണുന്ന പല കുട്ടികളും ഇതിലിപ്പോൾ ചിലപ്പോൾ 10th നിൽക്കുന്നവരുണ്ടാവും, 12th നിൽക്കുന്നവരുണ്ടായിരിക്കും, MBBS അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഈ MBBS കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ MBBS അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ളൊരു പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെ ആയിരിക്കും, ഓരോ MBBS കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഓരോ ഇയറിലെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഓരോ ഇയറിലെ സബ്ജക്ട്സ് എന്താണ്, അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, അതുപോലെ നമുക്കറിയാം ഇന്റേണൽ എക്സാംസ് ഉണ്ടായിരിക്കും, അതൊക്കെ എങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇയർ ബാക്ക്, അതിനെപ്പറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൗസ് സർജൻസി ടൈമിലുള്ള കാര്യങ്ങളെ പറ്റിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ തരാനാണ് ഈ വീഡിയോ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഡ്യൂറേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇന്ത്യയിൽ MBBS കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 5.5 വർഷമാണ് വരുന്നത്. ഈ 5.5 വർഷത്തിൽ ആദ്യത്തെ 4.5 വർഷം എന്ന് പറയുന്നത് നമ്മുടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള പഠിത്തം, അതുപോലെ നമ്മളെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്, പ്രാക്ടിക്കൽസ്, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യത്തെ 4 വർഷം പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 1 വർഷം, ഈ 1 വർഷം എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഹൗസ് സർജൻസി എന്ന് പറയുന്ന ഒരു പീരീഡ്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും 5.5 വർഷത്തെ കോഴ്സായിട്ട് നമ്മൾ MBBS മാറുന്നത്. ഇതിൽ ഇനി ഓരോ വർഷത്തിന്റെ ഡ്യൂറേഷൻ, അതായത് ഈ 4.5 വർഷത്തിലെ ഓരോ വർഷത്തിലെ ഡ്യൂറേഷൻ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 1 ഇയർ ആണ് വരുന്നത്. അതായത് നമ്മുടെ 19 ബാച്ചിന് മുമ്പ് വരെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 1.5 വർഷമായിരുന്നു. പക്ഷെ നമ്മുടെ 19 ബാച്ചിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഇയർ ചുരുക്കി 1 ഇയർ ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയർ എത്രയാണ്? 1 ഇയർ ആണ് വരുന്നത്. സെക്കൻഡ് ഇയറും 1 ഇയർ ആണ് വരുന്നത്. പക്ഷെ അത് നമ്മുടെ 3rd ഇയർ ആകുമ്പോഴേക്കും അത് 8 മാസമായിട്ട് ചുരുക്കി. എന്തുകൊണ്ടായിരിക്കും 8 മാസമായിട്ട് ചുരുക്കിയത്? അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അത് ഞാൻ നമ്മുടെ ഓരോ ഇയറിലെ സബ്ജക്ട്സ് പറയുമ്പോഴേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം 3rd ഇയർ 8 മാസം, ഇനി അടുത്ത് 4th ഇയർ വരുമ്പോഴേക്കും അത് 1.5 വർഷമായിട്ട് കൂട്ടി. അതിനൊരു റീസൺ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ MBBSന്റെ ഡ്യൂറേഷന്റെ കാര്യം. അതിൽ ആദ്യത്തെ മൊത്തത്തിൽ 5.5 വർഷം, അതിൽ 4.5 വർഷം എന്ന് പറഞ്ഞാൽ തിയറി ക്ലാസ്സും കാര്യങ്ങളും, 1 വർഷം ഇന്റേൺഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ആ 4.5 വർഷത്തിലെ പിന്നെ ഓരോ ഇയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഡ്യൂറേഷന്റെ കാര്യം. പിന്നെ നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു MBBS അഡ്മിഷൻ കിട്ടി, ഞാനിപ്പോൾ ഒരു MBBS അഡ്മിഷൻ എടുത്തു, ഇന്നാണ് എടുത്തതെന്ന് വെച്ചോ, ഇന്ന് തൊട്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഞാൻ MBBS കംപ്ലീറ്റ് ആക്കിയിരിക്കാം. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ ഇയർ ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയർ ബാക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ വന്നിട്ട് ലാസ്റ്റ് നമ്മൾ 10 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ MBBS കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ MBBS കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് MBBS തുടർന്ന് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇനി നമുക്ക് ഓരോ ഇയറിലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. അനാറ്റോമി, ഫിസിയോളജി, പിന്നെ ബയോകെമിസ്ട്രി. അങ്ങനെ 3 സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും. ഈ സെയിം സബ്ജക്ട്സ് തന്നെയാണ് അനാറ്റോമി, ഫിസിയോളജി, പിന്നെ ബയോകെമിസ്ട്രി ആയിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് അനാറ്റോമിക്ക് ഒരു ഡിസെക്ഷൻ അവർ ഉണ്ടായിരിക്കും. ലൈക്ക് എന്താ പറയുക, നമ്മളവിടെ പോകുന്നു, കെടാവറിനെ നോക്കി പഠിത്തവും കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ആ ഡിസെക്ഷൻ അവർ എന്ന് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ സൈഡ് ഫസ്റ്റ് ഇയർ നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം MBBSന്റെ ഒരു അടിത്തറയാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഈ 3 സബ്ജക്ട്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു നോർമൽ ബോഡി എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യങ്ങളാണ് ഈ 3 സബ്ജക്ട്സ്. അപ്പം ഇതറിഞ്ഞാലേ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തിയറി ബേസ്ഡ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അത് അപ്ലൈ ചെയ്യലായിരിക്കും നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടുള്ള കാര്യങ്ങൾ. അപ്പം അനാറ്റോമി ഓൾറെഡി അറിയാം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് കാര്യങ്ങളെ പറ്റി. ഫിസിയോളജി നമ്മുടെ ഓരോ ഓർഗൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതും. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് ഓരോ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളും, അതൊക്കെയാണ് നമ്മുടെ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഇയറിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.
അതിൻ്റെ കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നത് മെയിൻലി ഒരു തേർഡ് ഇയർ സബ്ജക്റ്റ് ആണ്. പക്ഷേ കമ്മ്യൂണിറ്റി മെഡിസിൻ ഭയങ്കര വാസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ അതെന്ന് പറഞ്ഞാൽ ടോപ്പിക്സ് ഇനിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിപ്പിക്കും. ഈ പഠിപ്പിച്ച കാര്യം പിന്നെ തേർഡ് ഇയർ പഠിപ്പിക്കത്തില്ല, അത് വേറൊരു കാര്യമാണ്. അങ്ങനെയാണ് കമ്മ്യൂണിറ്റി മെഡിസിനും കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് ഈ 3 സബ്ജക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ സെക്കൻഡ് ഇയർ വരുമ്പോഴേക്കും അവിടെ 3 സബ്ജക്ട്സ് ആണ് ഉണ്ടാകുന്നത്. ഫാർമക്കോളജി, പാത്തോളജി, പിന്നെ അതുപോലെ തന്നെ മൈക്രോബയോളജി. ഫാർമക്കോളജി അഫ്കോഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ ഡ്രഗ്സ്, ഓരോ അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തോളജി. പാത്തോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഓരോ അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു വേ, അതായത് അതിൻ്റെ ഒരു പാത്ത് വേ എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് പാത്തോളജി എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നു, ഈ ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു പാത്ത് വേ എങ്ങനെയാണ്, അതൊക്കെയാണ് പാത്തോളജിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുന്നത് അതിനകത്ത് കുറേ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കാനുണ്ട്. ബാക്ടീരിയ, വൈറൽ, ഫംഗസ് എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. അതിൽ ഓരോന്നും നമ്മുടെ പല പല ഓർഗൻസിൽ എന്തൊക്കെ രീതിയിലുള്ള അസുഖങ്ങളാണ് വരുത്തുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല, ഓക്കെ ഇൻ കേസ് ഇപ്പോൾ ഒരു അസുഖമായിട്ട് ഒരാൾ വന്നാൽ അത് ഏത് ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കാൻ ലാബ് ഡയഗ്നോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ്. അങ്ങനെ കുറേ പഠിക്കാനുണ്ട് മൈക്രോബയോളജി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കും, ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റി മെഡിസിനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രാക്ടിക്കൽസും ഈ 3 സബ്ജക്റ്റിൻ്റെ, അതായത് ഫാർമക്കോളജി, പാത്തോളജി, മൈക്രോബയോളജിന്റെ പ്രാക്ടിക്കൽ അവേഴ്സും ഉണ്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവും. സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മളെ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് മേജർ പോസ്റ്റിംഗ് ഉണ്ട്, മൈനർ പോസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ. ഇനി അടുത്താണ് നമ്മുടെ തേർഡ് ഇയർ. തേർഡ് ഇയർ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡ്യൂറേഷൻ 8 മാസമായിട്ട് നമ്മളത് കുറച്ചു. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ തേർഡ് ഇയറിൽ മുമ്പ്, അതായത് ഒരു കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് മെഡിസിൻ, ഒഫ്താൽമോളജി, ENT, ഇങ്ങനെ 4 സബ്ജക്റ്റ് ആണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വരെ. പക്ഷെ പുതിയ റൂള് വന്നു. ആ റൂള് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തേർഡ് ഇയർ സബ്ജക്റ്റ് 2ആയിട്ട് കുറച്ചു. ഫോറൻസിക് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഈ 2 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഡ്യൂറേഷൻ കുറയ്ക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ 2 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ എന്ന് പറയും, പക്ഷെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ആ 4 സബ്ജക്റ്റ് ഉണ്ടാകുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തേർഡ് ഇയർ 2 സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത് ഭയങ്കര പക്ക തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം സാധാരണ ബാക്കിയെല്ലാം നമ്മുടെ MBBS സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവരുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു അസുഖം വരാതിരിക്കാൻ, വരുന്നതിനേക്കാൾ വന്ന് നമ്മൾ ചികിത്സിക്കുന്നതല്ല, ആ അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് അതെല്ലാവർക്കും എന്തായാലും അറിയാം. എന്താ പറയുക, നമുക്കൊരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരാളുടെ മരണം കണ്ട് അത് എങ്ങനെ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ പേഴ്സണലി നല്ലൊരു സബ്ജക്റ്റാണ് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്കൊരു എന്താ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല രസമാണ് അത് പഠിക്കാനും. അതാണ് ഈ ഒരു തേർഡ് ഇയർ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ഇയർ, അതായത് 4th ഇയറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സബ്ജക്ട്സ് ആണ് വരുന്നത്. 6 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് മെഡിസിൻ, സർജറി, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, പിന്നെ നമ്മുടെ ഒഫ്താൽമോളജി, പിന്നെ അതുപോലെ തന്നെ ENT. 6 ഒരു ഹെവി സബ്ജക്റ്റ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ടഫാണ്. അതിൻ്റെ ഒരു ഭയങ്കര ഡബിൾ ടഫാണ് നമ്മുടെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. ഈ 6 സബ്ജക്റ്റും ഒരുപോലെ പഠിച്ചെടുക്കുന്ന പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ഇയറിലെ സബ്ജക്റ്റ് കാര്യങ്ങൾ. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ 4.5 വർഷത്തിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം ഈ മെഡിസിൻ്റെ അകത്താണ് നമ്മൾ ഡെർമറ്റോളജി, പൾമനോളജി, കാർഡിയോളജി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നത്. സർജറിയിൽ നമ്മൾ ഓർത്തോപീഡിക്സും കാര്യങ്ങളെല്ലാം സർജറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ അതുപോലെ പീഡിയാട്രിക്സ് അറിയാം, കുഞ്ഞുങ്ങളെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒഫ്താൽമോളജി കണ്ണ്, പിന്നെ അതുപോലെ ENT ഇയർ, നോസ്, ത്രോട്ട്, അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഫൈനൽ ഇയർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേണിനെ പറ്റി നോക്കിയാലും, ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം ഇന്റേണൽ എക്സാംസ്, അതായത് നമ്മുടെ കോളേജിന് യൂണിവേഴ്സിറ്റിക്ക് മുമ്പായിട്ട് നടത്തുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. അത് നമുക്ക് എന്താ നോക്കാം. അതിലൊന്നാണ് ഇന്റേണൽ എക്സാം. അത് നമ്മുടെ ഓരോ ഇയറിലും 2 ഇന്റേണൽ എക്സാം ആയിരിക്കും നടത്തുന്നത്. ഈ ഇന്റേണൽ എക്സാം എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഇന്റേണൽ എക്സാമിന് ഒരു സെർട്ടൻ കട്ട് ഓഫ് വെച്ചിട്ടുണ്ടായിരിക്കും, ഇത്ര മാർക്ക് വേണം.
ഇത്ര പെർസെൻറ്റേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് നമുക്ക് കിട്ടിയില്ല, അത് കുറവാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ അവിടെ കട്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റേണൽ എക്സാമിനും കാര്യങ്ങൾക്കും അത്യാവശ്യം നല്ല രീതിയിലൊരു സ്കോർ നമ്മൾ എപ്പോഴും മേടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഇന്റേണൽ എക്സാം. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഈ 2 ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മോഡൽ എക്സാം എഴുതും. ഈ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളും നമുക്ക് വേണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 4ാമത് എത്തുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ 3 എക്സാം ഉണ്ടായിരിക്കുമല്ലോ, ഈ 3 എക്സാമിലും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്കോർ കിട്ടിയില്ലെങ്കിൽ 4ാമതായിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ എഴുതാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പം ഈ പറഞ്ഞ ഇന്റേണൽ എക്സാമും അതുപോലെ തന്നെ മോഡൽ എക്സാമിന് നല്ലൊരു സ്കോർ മേടിച്ചില്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന്ന് എഴുതിപ്പിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സേ എക്സാം വരുമല്ലോ, ഈ സേ എക്സാമിന്റെ കൂടെ എഴുതണം. അതല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് ബാക്കിലുള്ള ജൂനിയേഴ്സിന്റെ കൂടെ എക്സാം എഴുതേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇന്റേണൽ എക്സാമും അതുപോലെ തന്നെ മോഡൽ എക്സാമും അത്യാവശ്യം, ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഭയങ്കര മാർക്ക് മേടിക്കുന്നുള്ളൂ, പക്ഷെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പണി വരും. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം നമ്മുടെ ക്ലാസ്സിലായാലും അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ സീനിയർ ബാച്ചിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, മെയിനായിട്ട് അവരങ്ങനെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എക്സാംസും കാര്യങ്ങളും ഇങ്ങനത്തെ എക്സാം ഇന്റേണൽ എക്സാം പോലത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി സീരിയസ് ആയിട്ട് നമ്മളെടുത്ത് പഠിക്കാം. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു വർഷം തൊട്ട് നമുക്ക് പുതിയ പാറ്റേൺ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. പഴയത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. ഇനി നമുക്ക് പുതിയ രീതി എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ലോങ് എസ്സേ ഉണ്ടായിരിക്കും. ലോങ് എസ്സേ 2 ഉണ്ടായിരിക്കും 10 മാർക്കിന്. അതെന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു കേസ് സിനാരിയോ തന്നിട്ട് നമ്മൾ ആ അസുഖം ഡയഗ്നോസ് ചെയ്യണം. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയായിരിക്കും നമ്മുടെ ലോങ് എസ്സേ വരുന്നത്. പിന്നെ വരുന്നത് ഷോർട്ട് എസ്സേ ആണ്. ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത് 6 മാർക്കിനായിരിക്കും. 6 മാർക്കിന് 6 എണ്ണമായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ. ഇനി അടുത്ത് ഷോർട്ട് നോട്ട് ആയിരിക്കും. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് 4 മാർക്കിനായിരിക്കും. 4 മാർക്കിന് 6 എണ്ണം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കൂടെ ആയപ്പോഴേക്കും 80 മാർക്കായി. ബാക്കി 20 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇനി MCQs ആയിരിക്കും വരുന്നത്. അതായത് നീറ്റ് PGയിലുള്ള പോലത്തെ MCQs. അപ്പൊ ഈ MCQസിൽ തന്നെ പല രീതിയിലുണ്ടായിരിക്കും. അതായത് സിംഗിൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും, അസേർഷൻ റീസൺസ് ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അതിൽ തന്നെ ഒരു ക്ലിനിക്കൽ സിനാരിയോ തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് 20 മാർക്കിന്റെ MCQs ഉണ്ട്. പിന്നെ 80 മാർക്കിന്റെ തിയറി. അങ്ങനെ ഇത്രയും കൂടെ ചേർത്തിട്ടാണ് 100 മാർക്ക് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ പുതിയ യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മോസ്റ്റ്ലി നമ്മുടെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക, നമ്മുടെ സാധാരണ ഉള്ള നമ്മുടെ തിയറി എക്സാം പോലെ ആയിരിക്കത്തില്ല. അത് MCQ പോലത്തെ, അതായത് നമ്മുടെ നീറ്റ് PG പോലത്തെ ഒരു എക്സാം ആയിരിക്കും. ലൈക്ക് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കുറെ കുട്ടികൾക്ക് അറിയായിരിക്കും, പക്ഷെ ചിലർക്ക് അറിയത്തില്ലായിരിക്കും. അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പേടിയുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ടും അവര് ഈ തേർഡ് ഇയറിൽ 2 സബ്ജക്റ്റ് കുറയ്ക്കാനും അതെടുത്ത് ഫൈനൽ ഇയർ ഇടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫൈനൽ ഇയർ എക്സാം എന്ന് പറയുന്നത് ഒരു MCQ പാറ്റേൺ ആക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ എൻഡ് ഇയർ സബ്ജക്റ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മുടെ ഫൈനൽ ഇയർ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, അതായത് അതിന്റെ ഫുൾ നോളേജ് നമുക്ക് വേണം. എന്നാൽ വേണ്ടി മാത്രമേ അപ്ലൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു നീറ്റ് PG ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് 1ഉം നെക്സ്റ്റ് 2 ആയിട്ട് അങ്ങനെ ആയിരിക്കും നമുക്ക് എക്സാം നടത്താൻ വേണ്ടി പോകുന്നത്. ആ പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം നമുക്ക് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടേതായ വേർഡ്സിലും കാര്യങ്ങളൊക്കെ എഴുതി ഓക്കെ നമുക്കത് നല്ല രീതിയിൽ സ്കോർ ചെയ്യും. അപ്പോൾ MCQ എന്ന് പറയുമ്പോൾ ഒരു രീതിയിൽ, അതായത് നമ്മുടെ നോളജ് ബേസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്സാകുന്ന കാര്യത്തിൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. കാരണം അതൊരു എന്താ പറയുക, നമുക്ക് ഒരു വർഷം 1.5 വർഷം കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു എൻറ്റയർ സബ്ജക്റ്റ് ഫുള്ള് പഠിക്കുക, നമുക്കതുപോലെ നല്ല രീതിയിൽ പാസ്സാകും. അത് കുറച്ച് ടാസ്ക് ആണ്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മോസ്റ്റ്ലി നടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്നാലും ഭയങ്കര കമ്പോമേറ്റീവ് ആയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അതും കൂടെ മനസ്സിൽ വെച്ചിരിക്കണം, നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം വരുന്നുള്ള ഒരു കാര്യത്തെ പറ്റി. എക്സാംസിന്റെ കാര്യം പറയുമ്പോൾ ഇനി മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇയർ ബാക്ക് എന്ന് പറയുന്നത്.
ഇയർ ബാക്ക് എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ഇയറിലെ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കണ ഒരു കാര്യമായിരുന്നു നമ്മുടെ ഇയർ ബാക്ക് എന്ന് പറയുന്നത്. കാരണം എന്താ പറയാ, നമ്മൾ ഒന്നാമതേ കുറെ കഷ്ടപ്പെട്ടിട്ട് കുറെ വർഷം കളഞ്ഞിട്ടായിരിക്കും നമ്മൾ MBBS കയറുന്നത്. അവിടെ ചെന്നിട്ട് ഈ ഒരു ഇയർ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരിക്കും. അപ്പം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ MBBSന്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നമുക്കൊരു നല്ല രീതിയിൽ നോളജും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അറിവും കാര്യങ്ങളും ഇല്ലെങ്കിലും ഫർദർ ആയിട്ട് പോവണ്ട എന്നുള്ള ഇതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ ഒരു ഇയർ ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചത്. അതായത് ഇയർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം എന്റെ കാര്യം പറയുകയാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലെ എക്സാം നമ്മൾ എഴുതി. അതായത് നമ്മൾ ഫസ്റ്റ് ചാൻസ്, അതായത് മൊത്തത്തിൽ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ആക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4 ഉള്ളൂ. ഈ 4 ചാൻസിനുള്ളിൽ നമുക്ക് എഴുതി തീർക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചാൻസ് ആണ്, എന്റെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ എന്റെ ഫസ്റ്റത്തെ ചാൻസാണ്. ഞാൻ അത് പോയി എഴുതി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത സേ എഴുതാൻ വേണ്ടി പോവാ. ഈ സേ എന്ന് പറയുന്നത് എന്റെ 2ാമത്തെ ചാൻസാണ്. ഞാൻ സേ എക്സാം എഴുതി. എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ പഠിച്ചു, നല്ല രീതിയിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് പാസ്സായി കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നമ്മൾ ഫെർദർ ആയിട്ട് നമ്മുടെ ബാച്ചിന്റെ കൂടെ തന്നെ നമ്മൾ സെക്കൻഡ് ഇയർ പോകും. ഇൻ കേസ് എൻ്റെ 2ാമത്തെ ചാൻസിലെ സേ എക്സാം ഞാൻ എഴുതിയിട്ട് ഞാൻ അതിലും ഫെയിൽ ആയിപ്പോയി, എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ 21 ഞാൻ 21 ബാച്ചിൽ നിന്നിട്ടാണ് എഴുതിയത്. ഞാൻ ഫെയിൽ ആയിപ്പോയെങ്കിൽ ഞാൻ നേരെ ഇനി 22 ബാച്ചിന്റെ കൂടെ ആയിരിക്കണം ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ 22 ബാച്ചിന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ അവരുടെ കൂടത്തെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതുവാണെങ്കിൽ അതിന്റെ 3ാമത്തെ ചാൻസ് ആണ്. അതിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ കൂടെ സേ എക്സാം എഴുതാം. 4ാമത്തെ ചാൻസ് ആയിട്ട് അവരുടെ കൂടെ സേ എക്സാം എഴുതുമ്പോൾ 4ാമത്തെ ചാൻസ് ആണ്. ഞാൻ അതും എഴുതി. അതിലും ഞാൻ ഫെയിൽ ആയാൽ പിന്നെ എനിക്ക് MBBS പഠിക്കാനുള്ള യോഗ്യതയില്ല. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ MBBS എന്ന് പറയുന്ന ഒരു സ്വപ്നം അവസാനിപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ ഇനി MBBS പഠിക്കണമെങ്കിൽ ഒന്നേന്ന് നീറ്റ് എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, ഇനി വേറൊരു കാര്യം ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാനിപ്പോൾ എക്സാം എഴുതി, ഫസ്റ്റ് ചാൻസിൽ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി, ഞാൻ അപ്പോൾ ഫെയിലായി. ഇനി എനിക്ക് വേണമെങ്കിൽ 2ാമത്തെ ചാൻസ്, ഈ 2ാമത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആലോചിക്കാം, ഇനി ഞാൻ സേ എക്സാം എഴുതിയിട്ടും കാര്യമില്ല. ഓക്കെ, ഞാൻ എന്തായാലും അതായത് സേ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സേ എക്സാം ഉണ്ടാവും. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റത്തില്ലെങ്കിൽ എനിക്ക് ഈ 2ാമത്തെ ചാൻസ് കളയാണ്ട് ഡയറക്റ്റ് അപ്പോഴും നമ്മളെ പിന്നെ മുന്നോട്ട്, അതായത് നമ്മുടെ ബാച്ചിനോട് ആക്കത്തില്ല, നമ്മൾ സേ എക്സാം എഴുതാതെ തന്നെ നമ്മൾ ജൂനിയർ ബാച്ചിൻ്റെ കൂടെ ആവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഫസ്റ്റത്തെ യൂണിവേഴ്സിറ്റി എഴുതുമ്പോൾ അത് അവരുടെ 2ാമത്തെ ചാൻസ് ആവും. കാരണം അതായത് ഈ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ എഴുതാം. അതായത് സേ എക്സാം എഴുതാതിരുന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് എനിക്ക് സേവ് ചെയ്യാം, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ജൂനിയേഴ്സിനോട് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ 2ാമത്തെ ചാൻസേ ആവത്തുള്ളൂ. അപ്പൊ അത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ 22കാരുടെ സേ എക്സാമിന്റെ കൂടെ എഴുതും. അപ്പൊ അവരെന്റെ 3ാമത്തെ ചാൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിനും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ട്, മനസ്സിലായില്ലേ? 4 ചാൻസിൽ ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 23യുടെ കൂടെ പോകേണ്ടി വരും. 23യുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ കൂടെ എഴുതേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ്? ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നീറ്റ് പോലെ തന്നെ ആയിരിക്കുമല്ലോ, ഫുൾ പഠിത്തമാണല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷെ ഇയർ ബാക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഹൗസ് സർജൻസി ടൈം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ 3rd ഇയർ ആണ്. എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനിപ്പോൾ എൻ്റെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് അവർ തന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഹൗസ് സർജൻസി എന്ന് പറയുമ്പോൾ 1 ഇയർ, അതായത് 365 ഡേയ്സ് ആണ് ഉണ്ടാകുന്നത്. ഹൗസ് സർജൻസി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മളവിടെ വർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ മൈനർ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, മേജർ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. മൈനർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 2 വീക്സ് ഒക്കെയാണ് നമുക്ക് പറയുന്നത്. അതായത് മൈനർ ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി, ഓർത്തോപീഡിക്സ്, പൾമനോളജി, അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്, സൈക്യാട്രി, ഇതൊക്കെയാണ് നമ്മുടെ മൈനർ ഡിപ്പാർട്ട്മെന്റ്സ്. അവിടെയൊക്കെ ഒരു 2 വീക്സ് ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മേജർ ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യണം. അതെന്ന് പറയുന്നത് എവിടെയൊക്കെയാണ്? നമ്മുടെ മെഡിസിൻ, സർജറി, പിന്നെ അതുപോലെ തന്നെ OBG, അവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് മേജർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ 365 ഡേയ്സിനുള്ളിൽ നമുക്ക് ലീവ് എടുക്കുന്നതിനെ പറ്റി കാര്യങ്ങൾ പറയാം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ലീവ് ഉണ്ട്. ഒന്നാമത്തതാണ് കാഷ്വൽ ലീവ്. കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് അലോഡ് ചെയ്യുന്ന ലീവാണ്. അതായത് നമുക്കൊരു 15 ദിവസം, അതായത് ഈ 365 ഡേയ്സിൽ ഒരു 15 ദിവസം നമുക്ക് ലീവ് എടുക്കാനുള്ളത് നമുക്ക് പെർമിഷൻ ഉണ്ട്. ഈ ഒരു ദിവസം നമ്മൾ ലീവ് എടുത്താലും നമുക്ക് കിട്ടുന്ന പേയ്മെന്റ്, നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻ കിട്ടുമല്ലോ, അത് നമുക്ക് റിഡക്ഷൻ അവർ വരുത്തത്തില്ല. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ 15 ദിവസത്തിന് മേടിലും
നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലീവ് എടുത്തു. ഇപ്പൊ ഇൻ കേസ് ഉദാഹരണത്തിന് നിങ്ങൾ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു അഡീഷണൽ ആയിട്ട് 2 ലീവും കൂടെ എടുത്തു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അവധി എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ 2 ദിവസം, ആ മാസത്തിലെ ആ 2 ദിവസത്തെ എമൗണ്ട് കുറച്ചിട്ടായിരിക്കും നമുക്ക് ആ മാസത്തെ സ്റ്റൈപ്പൻ കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഗവൺമെന്റിലാണെങ്കിൽ 25,000 രൂപയാണ് ഒരു മാസം, പ്രൈവറ്റിലാണെങ്കിൽ ഏകദേശം ഒരു 8,000 7,500 ആ ഒരു റേഞ്ച് ഒക്കെ. അപ്പൊ അതിൽ നിന്ന് ഒരു 2 ദിവസത്തെ കുറച്ചിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഈ 2 ലീവിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ദിവസം 2 ദിവസം അവിടെ പോയി നിൽക്കുവാണെങ്കിൽ, ആ ഒരു ദിവസത്തെ വർക്ക് അവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 2 ദിവസത്തെ പൈസയും കിട്ടും. പിന്നെ നമുക്ക് പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. അതിപ്പം പല കാരണങ്ങളും കൊണ്ടായിരിക്കും. ഇന്ന കാരണങ്ങൾ ചിലപ്പോൾ സില്ലി അത് ഓരോ ഫാക്കൽറ്റീസിനും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ എന്തെങ്കിലും നമ്മളിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളോ കണ്ടിട്ട് നമുക്ക് എന്തൊരു എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എക്സ്റ്റൻഷൻ പോയി കംപ്ലീറ്റ് ആക്കി നിൽക്കുകയും വേണം. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിന് എക്സ്ട്രാ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പണിഷ്മെന്റ് മാത്രമായിട്ടാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. മോസ്റ്റ്ലി എന്റെ മൈൻഡിൽ വന്ന കുറെ പോയിന്റ്സും കാര്യങ്ങളും കവർ ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എനിക്ക് DM ചെയ്താൽ മതി. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓറിയന്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരിക്കും ബൈ ബൈ.